ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കുറച്ച് OTT റിലീസുകളായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് പറയാം. ആലപ്പുഴ ജിംഖാന 13-ാം തീയതി ജൂൺ 13-ാം തീയതി സിംപ്ലി സൗത്തിലാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. തിയേറ്ററിലൊരു വമ്പ ഹിറ്റായിരുന്ന സിനിമ, നെസ്ലിൻ്റെ ഒരു രണ്ടാമത്തെ ബ്ലോക്ക് ബസ്റ്റർ സിനിമ എന്ന് തന്നെ പറയണം. ഇടയിൽ കാതലം വന്നു, പക്ഷേ ആ പടം വലിയ വിജയമായില്ല. ഇത് ഖാലിദ് റഹ്മാൻ ഡയറക്റ്റ് ചെയ്ത് വന്ന സിനിമയായിരുന്നു. വേറെ ലെവൽ പടമാണ്. കിട്ടില്ല ആക്ഷൻ സീക്വൻസ്, അതുപോലെ തന്നെ നല്ല കോമഡി എല്ലാം ഉള്ളൊരു സിനിമയായിരുന്നു. ഇതിൻ്റെ റിവ്യൂ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇനി അടുത്തായി പറയുമ്പോൾ ജൂൺ 10-ാം തീയതി, അതായത് ഇന്ന് റിലീസ് ചെയ്യാൻ പോകുന്ന ഹോട്ട്സ്റ്റാറിലാണ് വരുന്നത് പടക്കളം. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കോമഡി എൻ്റർടൈനറാണ്. കുറച്ച് ഫാൻറ്റസി എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട്. പക്ഷേ ഈ സിനിമ സത്യത്തിൽ എനിക്ക് വർക്കായിരുന്നില്ല. ഞാൻ എൻ്റെ റിവ്യൂവിൽ പറഞ്ഞിരുന്നു. വളരെ മോശമൊന്നുമല്ല, ഒരു ആവറേജ് പടം എന്നേ പറയാൻ പറ്റും. കാരണം ഈ ഒരു സ്റ്റോറി ലൈനിൽ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് ഇതിന് മുമ്പ്. അതുകൊണ്ട് എനിക്കിതൊരു വലിയ സംഭവമായി ഫീൽ ചെയ്തില്ല. എന്നാലും നിങ്ങളൊന്ന് കണ്ടു നോക്കും. ശുഭം ജിയോ ഹോട്ട്സ്റ്റാറിൽ 13-ാം തീയതി, എല്ലാ പടവും 13-ാം തീയതിയായിട്ട് അധികം റിലീസ്. കിടിലൻ പടം ഇട്ടത്. ഞാൻ ഈ സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടത്. ഇവിടെ വളരെ സെലക്റ്റീവ് തിയേറ്ററുകളിൽ മാത്രമേ ഈ സിനിമ റിലീസായിരുന്നുള്ളൂ. സമന്തയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അത്യാവശ്യം ഒരു കോമഡി ഡ്രാമ പടമാണെന്ന് കണ്ടു നോക്കുക. പിന്നെ ഇനി പറയാനുള്ളൊരു ഇംഗ്ലീഷ് പടമാണ്. ജോൺ സീന, ഇഡ്രിസ് എൽബ, പ്രിയങ്ക ചോപ്രയൊക്കെ അഭിനയിച്ച ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്സ്. ജൂലൈ ആമസോൺ പ്രൈമിലാണ്, ജൂലൈ 2-നാണ് റിലീസ്. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. പടം അത്യാവശ്യം ആക്ഷൻ ത്രില്ലറൊക്കെ ആണെന്നാണ് കേട്ട്. വലിയ റിവ്യൂ ഒന്നും വന്നിട്ടില്ല പടത്തിന്. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കി. എന്തായാലും ഇനി അടുത്തായി നമ്മൾ പറയുന്നത് സീരീസിനെ കുറിച്ചാണ്. റാണ നായിഡു സീസൺ 2 ഈ മാസം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. 13-ാം തീയതി തന്നെയാണ് ഇതും. ജൂൺ 13-ന് ഒരുപാട് സിനിമകളുണ്ട്. കൂട്ടത്തിലൊരു സീരീസും ഒന്ന് കണ്ടു. സീസൺ 1 അടിപൊളിയായിരുന്നു കേട്ടോ.